ഹായ് ഓൾ, ചാർട്ട് വിത്ത് TSP എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനീഷാണ്. നമ്മളിന്ന് 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ആദ്യത്തെ ട്രേഡാണ് നമ്മൾ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ചെറിയൊരു SL അടിച്ചായിരുന്നു. ബട്ട് രണ്ടാമത്തെ ട്രേഡ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തില്ല. പോസിറ്റീവ് മീൻസ് പ്രോഫിറ്റായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാനും പറ്റിയായിരുന്നു. അപ്പം നമുക്കിനി ചാർട്ടിലോട്ടേക്ക് പോകാം. അപ്പം നമ്മളിന്ന് ട്രേഡ് എടുത്തത് നിഫ്റ്റിയിലാണ്. അപ്പം നിഫ്റ്റിയിൽ രാവിലെ ഒരു എത്ര മണിക്കാണ് 11:35 ഒരു ട്രേഡ് വന്നത്. ബട്ട് അതിൻ്റെ ഒരു SL അടിച്ചായിരുന്നു. 13 പോയിൻ്റ് SL ഉള്ളായിരുന്നു, 13 പോയിൻ്റ്. അപ്പം നമ്മൾ ഓപ്ഷൻസിൽ അത് 0.5 ഡെൽറ്റ ഉള്ള എടുക്കുകയാണെങ്കിൽ അതൊരു എത്രയാണ് അതിൻ്റെ പകുതിയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു 7 പോയിൻ്റ് SL വരത്തുള്ളൂ. പക്ഷേ ഞാൻ എടുക്കുന്നത് 0.7 ഡെൽറ്റ ഉള്ള ഇതാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വന്നായിരുന്നു, ഒരു 8-9 പോയിൻ്റ് SL വന്നായിരുന്നു. അത് കുഴപ്പമില്ല. പിന്നെ അതിനുശേഷം നമ്മളിവിടെ ഒരു എത്ര മണിക്കാണ് 2 മണി 1:58 ആയപ്പോൾ ഒരു ട്രേഡോടെ എക്സിക്യൂട്ട് ചെയ്തായിരുന്നു. റിഫൈൻഡ് OB ഉണ്ടായിരുന്നു. അപ്പോൾ ആ OBയിൽ നമ്മൾ മാർക്കറ്റ് അവിടെ എത്തിയപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്തു. നമ്മളെ ടീം എടുത്തായിരുന്നു, പക്ഷേ ടെലിഗ്രാമിലിട്ടില്ല. ബട്ട് ഞാൻ ഏകദേശമൊക്കെ ഇവിടെ എത്തിയപ്പോഴും ഞാൻ എക്സിറ്റ് ചെയ്തായിരുന്നു. കാരണം 3 മണിക്കുള്ള മൂവൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പം ഒരു 3 PM ആയപ്പോഴേ ജസ്റ്റ് ഒരു ഗ്രീൻ വന്നു. അതിനുശേഷം പെട്ടെന്നൊരു റെഡ് ക്യാൻഡിൽ കണ്ടപ്പോഴേ ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആയിരുന്നു. അത് കുഴപ്പമില്ല. കാരണം ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓവർനൈറ്റ് ഇടാൻ താല്പര്യമില്ലായിരുന്നു. കാരണം ഓൾറെഡി ചെറിയൊരു പോയിന്റിലാണ് വ്യത്യാസം പറഞ്ഞത്. അപ്പം ഓവർനൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ ഈ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്തത്. ബട്ട് അതിനുശേഷം രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഓരോ 1 മിനിറ്റിൻ്റെ ചാർട്ടാണ്. അപ്പോൾ അതിനുശേഷം 2 മിനിറ്റ് കൊണ്ട് തന്നെ ആ ടാർഗറ്റ് അച്ചീവ് ആയിരുന്നു. പിന്നെ രാവിലെ ഒരു നല്ലൊരു സൂപ്പർ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലില്ലായിരുന്നു. ഞാൻ രാവിലെ ഇത്തിരി ബിസി ആയിരുന്നു. അപ്പം ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ഇവിടെ ഒരു ചെറിയൊരു CHO വെച്ചായിരുന്നു. CHO നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു CHO വെച്ചു. അതിനുശേഷം നമ്മൾ സെറ്റപ്പ് എല്ലാം വന്ന് നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി ഉണ്ടായിരുന്നു. അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഓപ്പൺ ആയില്ലേ ആ ഒരു ടാർഗറ്റിങ്ങിൽ ഞാൻ വെച്ചേനെ. അതൊരു 41 പോയിൻറ്റും SL വരുന്നത് വളരെ ചെറുത് 7 പോയിൻ്റ് ആയിരിക്കും. അപ്പം അത് മിസ്സായി, അത് വളരെ മിസ്സൗട്ടായി. ബട്ട് ഇന്ന് കുറച്ചുകൂടെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നല്ല പോയിൻറ്റ്സ് നല്ല മൂവാണ് ഇന്ന് തന്നത്. അപ്പം അതിനുശേഷമാണ് ഞാൻ മാർക്കറ്റിലോട്ട് വന്നത്. അപ്പോൾ പിന്നെ അതിനുശേഷം വന്നത് ഈ ഒരു സെറ്റപ്പ് വന്നപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തത്. അത് ടെലിഗ്രാം ഗ്രൂപ്പിലിട്ടത്. പക്ഷേ ഇത് SL അടിച്ചു. പക്ഷേ അടുത്ത ട്രേഡ് നമ്മൾ അതിൻ്റെ SLും അതിൻ്റെ പ്രോഫിറ്റ് ഉൾപ്പെടെ നമ്മൾ ഇറങ്ങുകയും ചെയ്തു അതിനുശേഷം. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ റീപ്ലൈ ഞാൻ ഇട്ടേക്കാം. ഇത് ഞാൻ എടുത്ത സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റീപ്ലൈ ഞാൻ ഇട്ടേക്കാം, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. അത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ഇട്ടേക്കാം. അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഉണ്ടോയെന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ഇന്ന് നിഫ്റ്റിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്തത്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു ട്രെൻഡ് കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നു, ഞാനത് കണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിഫ്റ്റിയും ആ ഒരു സ്ഥലത്ത് വരാത്തതുകൊണ്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തില്ലായിരുന്നു. ബട്ട് ബാങ്ക് നിഫ്റ്റി ആ സമയത്ത് എടുത്തിരുന്നെങ്കിൽ നല്ലൊരു പ്രോഫിറ്റോടെ മുകളിലോട്ടായിരുന്നു. അപ്പം നല്ലൊരു പ്രോഫിറ്റോടെ കിട്ടിയേനെ. ബട്ട് ഞാൻ നിഫ്റ്റി ആയിരുന്നു ഇന്ന് ഞാൻ കൂടുതലും നോക്കിയത്. അതുകൊണ്ടാണ് ആ ഒരു ട്രേഡ് മിസ് ഔട്ടായത്. അപ്പോൾ നാളത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ പറയണത്, ഇതൊരു വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു OBയാണ്, ഓർഡർ ബ്ലോക്കാണ്. അപ്പം ഇതിൻ്റെ വാല്യൂ എന്ന് പറയണത് 44444444428. അപ്പോൾ ഈ ഒരു പോയിൻ്റ് നാളത്തെ ഒരു ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ബാക്കിയുള്ള പോയിൻറ്റ്സ് അങ്ങനെ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ അങ്ങനെ ഒന്നും ഇല്ല. ഇത് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. അപ്പം എല്ലാം മിറ്റിഗേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ നാളത്തെ എന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു സ്ഥലത്ത് ഓപ്പൺ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ആവണമെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് ആ സമയത്ത് നമ്മൾ നോക്കി അതിനുശേഷം എന്തെങ്കിലും എൻട്രി ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാമിൽ ഇടണമായിരിക്കും.
അപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി 1 മിനിറ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. യെസ്, ഇവിടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്, ഈ ഒരു പോയിൻ്റ്. അപ്പം നാളെ മാർക്കറ്റ് അത് പ്യുവർ ഒരു കിടിലം നല്ലൊരു ഹോബിയാണ്. അപ്പം ഈ ഒരു പോയിൻ്റ് എന്ന് പറയണത് 44,221 44,149 പിന്നെ ഉള്ളത് 1 മിനിറ്റിൽ ഇവിടെ ഒരു നല്ലൊരു ഹോബിയുണ്ട്. ഇവിടുന്ന് ഒരിടത്തും മെഡിക്കേറ്റ് ചെയ്തിട്ടില്ല, നല്ലൊരു ഹോബിയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 44,263 44,239 അപ്പോൾ നമുക്ക് ഇനി നിഫ്റ്റിയിലോട്ട് നോക്കാം. നിഫ്റ്റിയിൽ ഇനി 1 മിനിറ്റ് 50 മിനിറ്റിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം. അപ്പം 50 മിനിറ്റിൽ ആദ്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഈ ഒരു പോയിൻ്റാണ്. അപ്പം അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 19,786 19,778 അപ്പോൾ ഇല്ല, ഇത് മെഡിക്കേറ്റഡ് ആണ്. 50 മിനിറ്റിൽ വേറെ ഒന്നും ഇല്ല. അപ്പോൾ 50 മിനിറ്റിൽ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. നമുക്കിനി 1 മിനിറ്റിലൂടെ നോക്കാം നിഫ്റ്റിയിൽ 1 മിനിറ്റിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. നോർമൽ നല്ലൊരു ഹോബി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയണത് 19,701 19,693. അപ്പോൾ ആ ഒരു റേഞ്ചാണ്, ആ ഒരു സോണാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു സോണ് ഞാൻ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു, 19,717 19,712 പിന്നെ അതിനുശേഷം ഇവിടെ അതിൻ്റെ ഇത് വാലിഡിറ്റി പോയി, അപ്പം ഇതില്ല, അപ്പോൾ അത് ഡിലീറ്റ്, അപ്പോൾ അതില്ല. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ടാർഗറ്റ് ഇവിടെയൊക്കെയാണ് വെക്കേണ്ടത്. ബട്ട് ഇത് ഞാൻ ഇതിൻ്റെ ഒരു ലോയിലാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഹീറ്റായി അതെല്ലാം മെഡിറ്റേറ്റ് ചെയ്തു ഈ ഒരു ഹോബിയിൽ. അപ്പം അതിന് ഇനി വാലിഡിറ്റി ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് 1 മിനിറ്റിൽ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോൺസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രണ്ടാമത്തെ ട്രേഡിൻ്റെ റീപ്ലേ ചെയ്യാം.